അതെ, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ നമ്മളോട് എൻക്വയറീസ് ചോദിക്കും, നമ്മൾ അതിനനുസരിച്ച് കളക്ഷൻസ് കൂട്ടണമല്ലോ. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും എന്താന്നിട്ട് ലോൺ കിട്ടാത്തതെന്നുള്ളത്. ഓക്കെ ഓക്കെ, ശരിയാണ്. നല്ല IT റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുന്ന ഒരാൾക്ക് തന്നെയാണ് നല്ലൊരു പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ്. പിന്നെ നമ്മൾ ഓടിക്കുന്ന കാര്യമായിരിക്കും, മഞ്ജുഷ് ഭായി ഓടിക്കുന്ന കാര്യമായിരിക്കില്ല ഞാൻ വണ്ടി. ശരിയാണ് ശരിയാണ്, ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ വേരിയന്റ് പെട്രോൾ വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്, മാനുവൽ, ഓട്ടോമാറ്റിക് എല്ലാ വേരിയന്റ്സ് വരുന്നുണ്ട്. 6 താർ അവൈലബിൾ ആണ്. ഈ നേരത്തെ കിടക്കുന്ന ഒക്കെ 4x4 ആണ്. ഹാർഡ് ടോപ്പ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വീഡിയോ കണ്ട് വരുന്നവർക്ക് ഗ്യാരണ്ടിങ് ആകുമ്പോൾ ഒരു ഓഫറും കൊടുത്തില്ല. നമ്മളങ്ങനെ ഓഫർ കൊടുക്കാനുള്ളതിലേക്ക് ആയിട്ടില്ല. എന്നാലും വീഡിയോ കണ്ടുവരുന്ന പോലെ പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതെ, 7 സീറ്റർ വണ്ടി, അടുത്ത 7 സീറ്റർ അൽക്കസാർ വന്നിരിക്കുകയാണ്. വാഷ് കണ്ടു തോന്നുന്നു. ഇത് ഒന്ന് കുളിപ്പിക്കാണ്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ വണ്ടി, ക്ഷീണം മാറിയില്ല. റിയറില് മറ്റേ സീറ്റ് കവർ പോലും പൊളിച്ചിട്ടില്ല. ഇല്ല, പൊളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇത് 2022 വണ്ടി. 22 വണ്ടി. ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം ഷമീസ് കാസിലാണ്. ഷമീസ് കാസിൽ നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ്. ഇതിനു മുന്നേ ചെയ്ത 2 വീഡിയോ ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ 1-2 വെഹിക്കിൾസ് വെച്ച് ബാക്കി എല്ലാ വെഹിക്കിൾസും സോൾഡ് ഔട്ട് ആയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത്രയും നല്ലൊരു റെസ്പോൺസ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇന്ന് ഒരുപാട് പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ഒരുപാട് പ്രീമിയം സെഗ്മെന്റും ലക്ഷറി സെഗ്മെന്റും മഹീന്ദ്രയുടെ താർ പോലത്തെ 4x4 സെഗ്മെന്റിൽ വരുന്ന വെഹിക്കിൾസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ കാണുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് മീൻസ് മിനി ബൈപ്പാസ് റോഡിലാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ലെറ്റ്സ് റോൾ ഇറ്റ്. അപ്പോൾ ഇന്ന് ഷമീസ് കാസിൽ കാറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് വീണ്ടും നമ്മളെ ഷഫീഖ് തന്നെയാണ്. ഹായ്. ഇയർ എൻഡ് ഒക്കെയാണ്. എങ്ങനെയൊക്കെയാണ് ബിസിനസ്സും കാര്യങ്ങളും? പുതിയ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ടല്ലോ. അതെ, നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ നമ്മളോട് എൻക്വയറീസ് ചോദിക്കും, നമ്മൾ അതിനനുസരിച്ച് കളക്ഷൻസ് കൂട്ടണമല്ലോ. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചോട്ട് മിക്ക കാറുകളും സോൾഡ് ഔട്ട് ആയില്ല. ഫുള്ള് വന്നത് പുതിയ സ്റ്റോക്കാണ് വണ്ടികൾ, പുതിയ സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഫോർച്യൂണറിൽ തുടങ്ങിയാലോ? അതെ, ഇത് ഏതാ മോഡൽ? ഇത് 2017 മോഡല്. 2017 മോഡല്. 17 മോഡല് സിംഗിൾ ഓണർ വണ്ടി, 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് വരുന്നല്ലേ? വേരിയന്റ് ഏതാ വരുന്നത്? ഇത് സിഗ്മ ആണ് വരുന്നത്. 2 വീലിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഫോർച്യൂണർ ഇത് 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓ, ഓക്കെ. ഫുള്ള് കമ്പനി സർവീസ് ആണ്. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കിൽ വരുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കിൽ ഓട്ടോമാറ്റിക് 2 വീല്. 2 വീല് വരുന്നത്. ഓക്കെ, എത്ര ഓടിയോ? 1,50,000 കിലോമീറ്റർ. 1,50,000 ഓടി. ഓക്കെ, എന്താ റീപ്ലേസ്മെന്റ് കാര്യങ്ങളുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബമ്പർ എന്തോ ചെറിയ റീപ്ലേസ്മെന്റ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല? അപ്പോൾ നമ്മളത് ഹിസ്റ്ററിയിൽ ഓൾറെഡി കയറിയതാണോ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്? ഓക്കെ ഓക്കെ. ഇതിനിപ്പോൾ എങ്ങനെയാ പ്രൈസിങ് കാര്യങ്ങളൊക്കെ? ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഷോറൂമിൽ ചോദിച്ചുകൊണ്ട് വിൽക്കുന്നത് 31 ലക്ഷം രൂപയാണ്. പിന്നെ ഇപ്പോൾ ഇയറൻ്റാണ്, എല്ലാവർക്കും അറിയാം. മാക്സിമം ഒന്ന് ചവിട്ടി പിടിക്കുക. അതെ, നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആസ്കിംഗ് പ്രൈസ് വരുന്നത് 31 ലക്ഷം. ഓക്കെ, ഇതിപ്പോൾ ലോൺ കയറൂലേ? ഓ, ലോൺ കയറും. ലോൺ നമുക്ക് ഒരു 20 lakhs ഒക്കെ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കയറും. അതിന്റെ മുകളിലേക്കും കയറും. ഓക്കെ ഓക്കെ, അപ്പോൾ നല്ലൊരു ഫോർച്യൂണർ അവൈലബിൾ ആണ് 4x2 അല്ലേ? അതെ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു MGന്റെ പിന്നെ ഹെക്ടർ ഉണ്ട്. 2019 മോഡൽ സിംഗിൾ ഓണർ, 22,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വേരിയന്റ് ഏതാ? ഷാർപ്പ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, കിലോമീറ്റർ 22,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അല്ലേ? ഹിസ്റ്ററി ഫുൾ കമ്പനിയാണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങൾ. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഈ ബോണറ്റിന്റെ കൂടെ എന്തോ ഒരു ചെറിയ
ഒരു വർക്ക് എടുത്തിട്ടുണ്ട്. ബോണ്ട് റീപ്ലേസ്മെന്റ് ഒന്നുമല്ല, കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്ത്. ഓക്കെ ഓക്കെ ആ, അത് മാത്രമേ ഉള്ളൂ. അതെ. ഇതിനിപ്പോൾ എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ? ഇത് നമ്മളിവിടെ ഷോറൂമിൽ എക്സാക്ട്ലി ചോദിച്ചുകൊണ്ടിരുന്നത് 13 ലക്ഷം റുപ്യാണ്. 13. ഓക്കെ. ആസ്കിംഗ് പ്രൈസ് 13 ചോദിക്കുന്നത്. അതെ അതെ. ചെറിയ രീതിയിൽ എന്തായാലും മാറ്റങ്ങൾ എന്തായാലും വരും. ഞങ്ങളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഗ്യാരണ്ടി ആകുമ്പോൾ ഒരു ഓഫറും കൊടുത്തില്ല. നമ്മളങ്ങനെ ഓഫർ കൊടുക്കാനുള്ള ഇതിലേക്ക് ആയിട്ടില്ല. എന്നാലും വീഡിയോ കണ്ടുവരുന്ന പോലെ പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് തന്നെ പറയാം. അതുപോലെ തന്നെ ഇത് വരുന്നത് ഓട്ടോമാറ്റിക്കില് പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. എന്നാലും ഫോർച്യൂണർ ഡീസൽ അല്ല? ഡീസൽ ഓട്ടോമാറ്റിക്, ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. അടുത്ത കിയന്റെ കളക്ഷൻസ് അല്ലേ? കിയയിൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ കാരൻസ് അല്ലേ? കിയയില് 2022 മോഡല് കിയ കാരൻസ്. 2022 മോഡല് കിയ കാരൻസ്. ഓക്കെ. ഏതാ വേരിയന്റ് വരുന്നത്? ഇത് വരുന്നത് ലക്ഷറി ലൈൻ ടോപ്പ് എൻഡ് അല്ലേ? ഓക്കെ. 7 സീറ്റർ അല്ലേ? ഇത് 7 സീറ്റർ വരാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 7 സീറ്ററിൽ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഓക്കെ. ഇതിപ്പോ കിലോമീറ്റേഴ്സ് എത്ര ഓടിയുണ്ട്? ഇത് വന്നത് 23,000 കിലോമീറ്റർ. 23 അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ. അതിപ്പോ പെട്രോളില് ഓട്ടോമാറ്റിക് അല്ല, അത് ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവില്ല. 22 മോഡൽ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിൽ ഉണ്ട് വാറണ്ടി തന്നെയല്ലേ? കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് കാര്യങ്ങളൊക്കെ? ഇത് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ ഷോറൂമിൽ 20 ലക്ഷം രൂപ ചോദിക്കുന്നത്. 20. ഓക്കെ. ആസ്കിംഗ് പ്രൈസ് 20 അല്ല? അതെ. കയ്യിലുമ്പൊക്കെ ഏകദേശം എത്ര ലോൺ? കയ്യിൽ 20 ലക്ഷം രൂപ ചോദിക്കുന്നതിൽ നമുക്ക് നല്ലൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഒരു 17 ലക്ഷം രൂപ ലോൺ കിട്ടൂല. ചെറിയ രീതിയിൽ എന്തായാലും നെഗോഷ്യബിൾ ആയിരിക്കില്ലേ? അതെ, ചെറിയ നമ്മള് മഞ്ജുഷ് ഭായിന്റെ വീഡിയോയിൽ നമ്മള് നെറ്റ് ആയിട്ട് റേറ്റ് പറയല്. ഓക്കെ. പിന്നെ പെയറിംഗിന്റെ അതിനെ കൊണ്ട് എല്ലാരും ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ ഉണ്ടോ. ഓഫർ തരുമ്പോ നമുക്കും സന്തോഷമാവണം, കസ്റ്റമർക്കും സന്തോഷമാവണം. അങ്ങനത്തെ രീതിയിലുള്ള ഓഫറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ. 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 ഇനിയിപ്പോ അടുത്ത നമുക്ക് കിയന്റെ തന്നെ സെൽറ്റോസ് നോക്കിയാലോ? സെൽറ്റോസ് ഉണ്ട്, നമുക്ക് സോണറ്റും ഉണ്ട് അല്ലേ? കിയന്റെ സെൽറ്റോസ് ഇതിപ്പോ ഏതാ മോഡല്? സെൽറ്റോസ് 2021 മോഡല് HTX. ഓക്കെ. ഡീസൽ മാനുവൽ. ഡീസൽ വരുന്ന മാനുവൽ. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത് എങ്ങനെയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 15. അതെ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ. നല്ല കണ്ടീഷനാണ്. നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. പോളിഷും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് തോന്നുന്നില്ല? ഇല്ല, നമ്മള് ജസ്റ്റ് ചെറിയൊരു പോളിഷ് ചെയ്തിട്ടുണ്ടോന്നുള്ളൂ. ഓക്കെ. പിന്നെ വണ്ടി നമ്മള് എല്ലാ വണ്ടിയും നോക്കുമ്പോൾ തന്നെ നല്ലോണം 100% നമ്മൾ കൺഫേം ആയിട്ടേ വണ്ടി എടുക്കാറുള്ളൂ. ഓക്കെ. പിന്നെ നല്ല മാക്സിമം KL രജിസ്ട്രേഷൻ ആണല്ലോ എടുക്കുന്നത്, പുറത്തൊന്നും വണ്ടി എടുക്കാറില്ലല്ലോ. പിന്നെ എന്താ വെച്ചാൽ നമ്മള് ഓവർ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി നമ്മൾ അധികം എടുക്കാറില്ല എന്നല്ല, അങ്ങനത്തെ വിലക്കാണ് നമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഷോറൂമിന്റെ ഉള്ളിലേക്കൊന്നും വെക്കില്ല. ഓക്കെ. ഓക്കെ. ഇതിനിപ്പോ എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ് കാര്യങ്ങളൊക്കെ? ഇത് നമ്മളിവിടെ ഷോറൂമിൽ ചോദിക്കുന്നത് ആക്ച്വലി 15,900 15,900 അല്ലേ? അതെ. 16 ലക്ഷം റുപ്യെന്ന് 10,000 രൂപ പറഞ്ഞിട്ട് 16,000 ആസ്കിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നെറ്റ് വരുന്നത് 15,900. അതെ. ഓക്കെ. നെറ്റ് പ്രൈസ് വരുന്നത് 15,900 അതിലുമ്പൊക്കെ ലോൺ ഏകദേശം എത്ര കയറും? ഈ വണ്ടിക്കാണെങ്കിൽ നമുക്കൊരു 14 ലക്ഷം റുപ്യ വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ 14 ലക്ഷം റുപ്യ ലോൺ ചെയ്യുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ IT അടിക്കണം, പിന്നെ നല്ല ട്രാക്ക് ആയിരിക്കണം. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും എന്താന്നിട്ട് ലോൺ കിട്ടാത്തതെന്നുള്ളത്. ഓക്കെ. ഓക്കെ. ശരിയാണ്. നല്ല IT റിട്ടേൺസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യുന്ന ഒരാൾക്ക് തന്നെയാണ് നല്ലൊരു പ്രൊഫൈൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബെനിഫിറ്റ് തന്നെ, നല്ല ലോണും കാര്യങ്ങളൊക്കെ കയറും. മാക്സിമം എമൗണ്ട് ലോണിൽ തന്നെ കിട്ടും. അതിന് നമുക്ക് ഏകദേശം എത്ര മൈലേജ് പ്രതീക്ഷിക്കാം? ഇത് ഡീസൽ മാനുവൽ ആയതുകൊണ്ട് നമുക്ക് സിറ്റിയിലൊക്കെ ഒരു 17 കിലോമീറ്റർ അതിനടുത്ത് കിട്ടൂല, ആ റേഞ്ച് കിട്ടും. പിന്നെ ലോങ് പോകുവാണെങ്കിൽ ഒരു 18, 19. പിന്നെ നമ്മൾ ഓടിക്കുന്ന കാര്യമായിരിക്കും, മഞ്ജുഷ് ഭായി ഓടിക്കുന്ന കാര്യമായിരിക്കില്ല ഞാൻ വണ്ടി. ശരിയാണ്, ശരിയാണ്. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരിയാണ്, അതെ. ഓക്കെ. ഇനി നമുക്ക് കിയന്റെ സോണറ്റ് നോക്കാം അല്ലേ? പിന്നെ സോണറ്റ് ഉണ്ട്. ഓക്കെ. കോമ്പാക്ട് SUV വരുന്നത്. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2021 മോഡല്. 2021 അല്ലേ? ഓക്കെ. ഇതും ഡീസൽ മാനുവൽ ആണ്. ഡീസൽ മാനുവൽ വരുന്നത്. വേരിയന്റ് ഏതാ? വേരിയന്റ് HTX പ്ലസ്. ഓക്കെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17. ഓക്കെ. 17,000 കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി എല്ലാം സർവീസാണ്. സ്റ്റിൽ ഉണ്ട്, വാറണ്ടി അല്ലേ? കമ്പനി വാറണ്ടി ആയിരിക്കും. റിയറിൽ മറ്റേ സീറ്റ് കവർ പോലും പൊളിച്ചിട്ടില്ല. ഇല്ല, പൊളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഓക്കെ.
ഇതിനിപ്പോ എങ്ങനെയാ ആസ്കിങ്? ഇത് നമ്മളെ നെറ്റ് ആണോ? അല്ല, നമ്മള് നെറ്റ് റേറ്റ് ആണ് ഇപ്പൊ എല്ലാ വീഡിയോയിലും മഞ്ജുഷ് ഭായിനോട് പറയും. പിന്നെ പ്രത്യേകം അങ്ങനെ ചോദിക്കുന്നതിനെ കൊണ്ട് ഞാൻ പറയാന്നുള്ളൂ. നമ്മൾ ഈ വണ്ടി ഇപ്പോൾ ഇവിടെ സെല് ചെയ്യാനിട്ടിരിക്കുന്നത് ഷോറൂമിൽ 12,50,000 രൂപയ്ക്കാണ്. നമുക്ക് ഈ വണ്ടി നെറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 11,90,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ലൊരു ഓഫർ തന്നെയാണ്, 11,90. അപ്പൊ എല്ലാവരും വിചാരിക്കും എന്താണ് ഇത്ര നമ്മൾ മാർജിൻ എടുക്കണ്ടോന്ന്. അങ്ങനെയല്ല, നമ്മൾ കസ്റ്റമറായിട്ട് സംസാരിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വണ്ടിന്റെ റേറ്റ് എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. നമ്മളിപ്പോ ഒരു വണ്ടി എടുക്കാൻ വരികയാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വണ്ടിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അറിയാം. ശരിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് മാർജിൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മാർജിൻ കൂട്ടി ചോദിക്കല്ല, നമ്മള് കിട്ടേണ്ട വിലക്ക് തന്നെ നമ്മൾ വണ്ടി കൊടുക്കാറുള്ളൂ. ഓക്കെ. അല്ലാതെ നമ്മള് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ലാഭം എടുക്കണ്ടോ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുമല്ലോ. അതെ. എന്തായാലും വണ്ടി വിശ്വസിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പറഞ്ഞാൽ അത്രയും നല്ല ചെക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് വണ്ടികൾ എടുക്കുന്നത്. പിന്നെ നമ്മള് നമ്മുടെ അടുത്തുനിന്ന് വണ്ടി എടുക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അവർക്ക് അത്രയും ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്പനി കൊണ്ടുപോകാൻ ഒന്ന് ചെക്ക് ചെയ്യാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വണ്ടി തപ്പി പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ കാണുന്ന വണ്ടികളൊക്കെ ഒട്ടുമിക്ക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി തന്നെയാണ്. ഒട്ടുമിക്ക എല്ലാം സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്, ലോ കിലോമീറ്റേഴ്സ് ആണ് അധികം വരുന്നത്. ഓക്കെ, അടുത്ത നിസാന്റെ കിക്സ് അല്ലേ? അതെ. ഇത് ഏതാ മോഡല്? ഇത് 2019 മോഡൽ. 2019 മോഡൽ. ഏതാ വേരിയന്റ് വരുന്നത്? XP പ്രീമിയം എന്ന് പറയും. പ്രീമിയം എന്ന് പറയുമ്പോ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത്. ഓക്കെ. മാനുവൽ ആണോ? മാനുവൽ ഡീസലാ വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് എങ്ങനെയാ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ, 2000 കിലോമീറ്റർ. ഓക്കെ. എന്താ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് ചെറിയൊരു ക്രാക്ക് മാറേണ്ടി വരും. അതെന്താന്നുള്ള കാണിക്കാതെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അല്ലേ? കമ്പനി ഹിസ്റ്ററി ആണ്. ഇതിനിപ്പോ എങ്ങനെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്? ഇതിപ്പോ നമ്മളിവിടെ ഷോറൂമിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 8,80,000 രൂപയാണ്. 880 അല്ലേ? ഓക്കെ. ലോണും ഒക്കെ ഏകദേശം ലോൺ നമുക്ക് ഒരു 7 lakhs ഒക്കെ പാസ്സാക്കാം. ക്ലോസ് ടു 7 lakhs. പിന്നെ ഡീസലിൽ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ സിറ്റിയിൽ ഉപയോഗിക്കാനും സുഖമാണ്. പിന്നെ വണ്ടി കുറച്ച് കാണുമ്പോ കുറച്ച് ഇതാണെങ്കിലും ഉള്ളിൽ നല്ല സൗകര്യമുണ്ട്. ഓക്കെ. അപ്പൊ ഒരു നിസാന്റെ കിക്സ് ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത ഹുണ്ടായിന്റെ അൽക്കസാർ അല്ലേ? അതെ, 7 സീറ്റർ വണ്ടി. അടുത്ത 7 സീറ്റർ അൽക്കസാർ വന്നിരിക്കുകയാണ്. ഭാഷ കണ്ടു തോന്നുന്നല്ലേ? ഇത് ഒന്ന് കുളിപ്പിക്കാണ്ട് ഇപ്പൊ വന്നിട്ടുള്ളൂ വണ്ടി. ക്ഷീണം മാറിയില്ല. ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ. ഇതിപ്പോ ഏതാ വേരിയന്റ്? ഏതാ ഇത്? പ്ലാറ്റിനം എന്ന് പറയും. 7 സീറ്ററിലെ പ്ലാറ്റിനോ പെട്രോൾ ആണ് വരുന്നത് വണ്ടി. പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ വരുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാണ് എടുക്കുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. കിലോമീറ്റേഴ്സ് എത്ര? 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 42. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ് അല്ലെ നെറ്റ് പ്രൈസ് എങ്ങനെയാ? നമ്മളിപ്പോ ഈ വണ്ടിക്ക് ഇവിടെ ഷോറൂമിൽ ചോദിച്ചുകൊണ്ടിരുന്നത് 16,50,000 ആണ്. അപ്പോ നമുക്കിപ്പോ ഇയർ എൻഡിങ് ആയതിനെ കൊണ്ട് ഒരു 16,10 ആ റേഞ്ചിന് കൊടുക്കാം. 16,10. ഓക്കെ, നല്ല ഡീൽ ആണ്. ഒരു 7 സീറ്റർ ആണ്. അതെ, 7 സീറ്റർ ആണ്. പെട്രോൾ ആണ്. 2 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. 2 ലിറ്റർ എഞ്ചിനും കൂടി വരുന്നതാണ്. അതെ, നല്ലൊരു വണ്ടി തന്നെയാണ് അൽക്കസാർ. സൺറൂഫ് ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിന്റെ മുകളിൽ വരുന്ന ഓപ്ഷൻ ആണ് സിഗ്നേച്ചർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സിഗ്നേച്ചർ ഓപ്ഷൻ. അതിന്റെ തൊട്ട് താഴെയുള്ള ഓപ്ഷൻ ആണ് പ്ലാറ്റിനം. എന്നാലും ഇതിൽ ഒരുവിധ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാ വീൽസും എല്ലാം ഉണ്ടല്ലോ. ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ അവൈലബിൾ ആണ്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. 7 സീറ്റർ വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. അൽക്കസാർ ഹുണ്ടായിന്റെ. ഓക്കെ. അടുത്ത കിയാന്റെ സെൽറ്റോസ് മാറ്റ് ഫിനിഷ് അല്ലേ? അതെ, നല്ല പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. ഏതാ മോഡല്? ഇത് 2022 വണ്ടി. 22 വണ്ടി. വേരിയന്റ് വരുന്നത്? വേരിയന്റ് എക്സ് ലൈൻ എന്ന് പറയും. എക്സ് ലൈൻ. ഓണർഷിപ്പ് എങ്ങനെയാ കിടക്കുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സ്റ്റിൽ അണ്ടർ വാറന്റി അല്ലേ? സ്റ്റിൽ അണ്ടർ വാറന്റി അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആകെ 20,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചോളൂ. 20,000 അല്ലേ? ഓക്കെ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് വണ്ടി. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഈ ഒരു മാറ്റ് ഫിനിഷ് പ്രത്യേക ഭംഗി തന്നെയാണ്. അതെ. കുറെ ആൾക്കാര് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു മാറ്റിലേക്ക് ചെയ്യുന്ന ആളാണല്ലോ. അതെ. ഇത് ഓൾറെഡി കമ്പനി ഇങ്ങനെ തന്നെ വരുന്നത്.
ഓക്കെ. ഇതിനിപ്പോ എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മളിവിടെ ചോദിക്കുന്ന 20,40,000 രൂപയാണ്. 20-40 അല്ലേ? ഓക്കെ. അതിലിപ്പോ ഏകദേശം എത്ര ലോൺ കയറും? 20-40 നമുക്ക് ഒരു ഏകദേശം ഒരു 18 ലക്ഷം റുപ്യൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. IP ഏകദേശം ഒരു 2-2.5 ഉണ്ടെങ്കിലും ചേർക്കാല്ലേ? ഓക്കെ. അത് തന്നെ ഇതിലുമ്പൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഫിക്സഡ് ആണോ പ്രൈസിങ്? അത് നമ്മള് പറഞ്ഞല്ലോ, നമുക്ക് ചെറിയ മാറ്റങ്ങൾ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം. മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ നമ്മള് നെറ്റ് റേറ്റ് ആണ് പറയുന്നത്. പിന്നെ നമ്മളെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരും വണ്ടി എടുക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരാളാണെങ്കിലും ഇവിടുന്ന് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പോവാറില്ല. ഓക്കെ. ചോയ്സസ് ഒരുപാടുണ്ടല്ലോ, കാരണം അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്. ഇപ്പോ സെൽറ്റോസ് അല്ലെങ്കിലും ഇപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ഇപ്പൊ. ഓക്കെ, നല്ല ഡീൽ തന്നെയാണ്. കാരണം മാറ്റ് ഫിനിഷ് ഒക്കെ അങ്ങനെ കാണാറില്ല, യൂസ്ഡ് കാസിൽ അങ്ങനെ കാണാറില്ല. ഇപ്പൊ സെൽറ്റോസിന്റെ ഒരു മാറ്റ് ഫിനിഷ് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ കോൺടാക്ട് ചെയ്യാം ഷമീസ് കാസിൽ. അടുത്തൊരു വോക്സ് വാഗൺ അല്ലേ? അതെ, പോളോ നിർത്തിയപ്പോ പോളോന്റെ വലിയ വണ്ടി ഇറക്കി വോക്സ് വാഗൺ ടൈഗൂൺ അല്ലേ? ടൈഗൂൺ. ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2022 മോഡല്. 2022 മോഡല്. വേരിയന്റ് വരുന്നത് ഏതാ? വേരിയന്റ് വരുന്നത് കംഫോർട്ട് ലൈൻ ആണ് വരുന്നത്. കംഫോർട്ട് ലൈൻ. ഓക്കെ. ഇതിപ്പോ എങ്ങനെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്, കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ കോഴിക്കോട് KL11 അല്ലേ? കിലോമീറ്റേഴ്സ് എത്ര? കിലോമീറ്റർ 12,000 കിലോമീറ്റർ. 12. ഓക്കെ, 12,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. സ്റ്റിൽ അണ്ടർ വാറന്റി തന്നെ? ഫുള്ള് കമ്പനി സർവീസ് ആണ്. വാറന്റി തന്നെയാണല്ലോ. ഇത് എങ്ങനെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മളിവിടെ ഷോറൂമിൽ ചോദിച്ചത് 11.5 ലക്ഷം രൂപയായിരുന്നു. എത്രയാ നെറ്റ്? നമുക്കൊരു 11.20 ലാസ്റ്റ് കൊടുക്കാം. 11.20. ഓക്കെ, 11.20 നല്ല ഡീൽ തന്നെയാണ്. അത്യാവശ്യം ലോണും കയറുമല്ലോ? അത്യാവശ്യം ലോൺ. 2022 വണ്ടിയല്ലേ? 11.20 നല്ല ഡീൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വോക്സ് വാഗന്റെ ടൈഗൺ ഇവിടെ അവൈലബിൾ ആണ്. മഹേന്ദ്രയുടെ താറാണ് ഇവിടെ അവൈലബിൾ ഉള്ളത് ഷമീസ് കാസിൽ. എത്ര താറാണുള്ളത്? നമ്മുടെ കയ്യിൽ 6 താറുണ്ട്. ഇപ്പൊ 6 താർ അവൈലബിൾ ആണ്. 4x4 എല്ലോ ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. എല്ലോ ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. 4x4 വരുന്നുണ്ട്. അതിൽ പെട്രോൾ, ഡീസൽ ഓട്ടോമാറ്റിക് മാനുവൽ വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ വേരിയന്റ് പെട്രോൾ വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്, മാനുവൽ ഓട്ടോമാറ്റിക് എല്ലാ വേരിയന്റ്സ് വരുന്നുണ്ട്. 6 താർ അവൈലബിൾ ആണ്. ഈ നേരത്തെ കിടക്കുന്ന ഒക്കെ 4x4 ആണ്. ഹാർഡ് ടോപ്പ് ആണ് വന്നിരിക്കുന്നത്. ഇതേതാ മോഡല്? അത് 2021 മോഡല്. 2021 മോഡൽ. ഓണർഷിപ്പ് കിടക്കുന്നത് 2021 ഡീസൽ മാനുവൽ സിംഗിൾ ഓണർ. ഡീസൽ മാനുവലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ആണ് കിടക്കുന്നത്. ഇതേതാണ്? ഇത് 2021 പെട്രോൾ മാനുവൽ. ഇത് 2021 പെട്രോൾ മാനുവൽ ആണ് വന്നിരിക്കുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാ? ഇത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ തന്നെയാണ്. അതേതാണ്? അത് പെട്രോൾ മാനുവൽ 2021 വണ്ടി. 2021 പെട്രോൾ മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ വേറെയും 3 താറുണ്ട് അല്ലെ? ഇവിടെ ഒരു താറുണ്ട്. അതുപോലെ തന്നെ വേറെ 3 താർ അവൈലബിൾ ആണ്. ഡീസൽ ഉണ്ട് അല്ലെ? ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, ഡീസൽ മാനുവൽ ഉണ്ട്, പെട്രോൾ മാനുവൽ ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ. അപ്പൊ താറ് വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യാ ഷമീസ് കാസിൽ. ഇനി പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് ഇപ്പൊ നമ്മളെ ഓൾറെഡി 6 താറുള്ളത് കൊണ്ട് 2,95,000 മുതൽ 16,95,000 വരെയുള്ള വണ്ടികളുണ്ട്. 12,95,000 മുതൽ 16,95,000 വരെയാണ് ഈ താറിന്റെ പ്രൈസിംഗ് ഒക്കെ കാണുന്നത്. 6 താർ അവൈലബിൾ ആണ്. നേരെ കോൺടാക്ട് ചെയ്യാ ഷമീസ് കാസിൽ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? നമ്മള് താറിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടല്ലോ ഷമീസ് കാസിൽ. താറിന്റെ കളക്ഷൻ ആയിട്ട് താറിന്റെ ഷോറൂമാണോ? കാരണം ഇവിടുന്ന് പോകുന്ന പോലെ എല്ലാരും കാണും നോക്കുന്നുണ്ട്. കാരണം അത്രയേറെ താറിന്റെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ശരിക്കും തോന്നുന്നു താറിന്റെ തന്നെ ഒരു ഷോറൂം ആണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലേക്കാണ്. അത്രയും കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യാ ഷമീസ് കാസിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷെഫീഖിനെ കോൺടാക്ട് ചെയ്യുക. ഷെഫീഖിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നേരെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ വിളിച്ചിട്ട് വരിക. അപ്പൊ ഇനിയിപ്പോ നാളെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. വിളിച്ചിട്ട് ചിലപ്പോ ഈ ഒരു വണ്ടി അവൈലബിൾ അല്ലെങ്കിൽ അപ്പൊ നേരെ കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ട് വരിക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.